Good morning, Namaskaram, Suprabhatam, and today my topic is very different. The topic is every garden needs some kind of a pruning, cutting, clipping. ഓരോ ബാഗിനുള്ളിലും പുല്ലുകൾ വളരും, എക്സ്ട്രാ കളകൾ ഉണ്ടായിരിക്കും, ജനറൽ ഗ്രാസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോ ഗാർഡനിലും സമയാധിഷ്ഠിതമായി നീഡ്സ് ടു ബി പ്രൂൺ, ക്ലിപ്പ്, ക്ലീൻ, കട്ട്, എക്സ്ട്രാ അതിലുള്ള പ്ലാന്റ്സ് ഉള്ളത്, എക്സ്ട്രാ ഗ്രാസ് അത് കട്ട് ചെയ്യേണ്ടതാണ്. ഇതേപോലെ തന്നെ ഇൻ എവറി ഗാർഡൻ ദെയർ ആർ ബിഗ് ട്രീസ് ആൻഡ് സ്മോൾ ട്രീസ് ആർ ദെയർ. ദേ ഓൾസോ നീഡ് ടു ബി ക്ലിപ്പ് ആൻഡ് കട്ട്. അതിൻ്റെ ഡെഡ് ബ്രാഞ്ചസ് ഉള്ളത്, വലിയ ബ്രാഞ്ചുകൾ വളരെയധികം വളർന്നിട്ടുണ്ടെങ്കിൽ ഉപയോഗമില്ലെങ്കിൽ ദേ ഷുഡ് ബി കട്ട്, ക്ലിപ്പ്, പ്രൂൺ. പ്രൂണിംഗ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ നടന്നില്ലെങ്കിൽ ഇൻ ദ ടൈം ഓഫ് സ്ട്രോം ആ മരം നിലം പതിക്കുന്നതാണ്. ഇൻ ദ സെയിം മാനർ ഇൻ എവറി ടീം, ഇൻ എവറി കമ്പനി, zone, some kind of a pruning is required. Pruning in the form of what? നിങ്ങൾ ഇപ്പോൾ മീറ്റിംഗിലേക്ക് വരുമ്പോൾ ആ മീറ്റിംഗിൽ നിങ്ങളുടെ മുന്നിലായി പ്രസന്റേഷൻ ഉണ്ടാകും. അതിൽ നോക്കും എത്ര വർഷമായി എന്ത് നടക്കുന്നുവെന്ന്, 2 വർഷമായി എന്ത് നടക്കുന്നു, പുതിയ ചിന്തകൾ എന്ത് നടക്കുന്നു, ആരുടെ പാംപ്ലെറ്റ്സ് ആണ് നടക്കുന്നത്. ആൻഡ് ദേ വുഡ് ഓൾവേസ് ദി സാമ്പിൾ ഫോർ അറ്റ് ദ ബോട്ടം. അങ്ങനെയാണ് എപ്പോഴും ഉണ്ടാകും. എന്താ പ്രാക്ടിക്കലി പോസിബിൾ ആണോ ഒരു ടീമിന്റെ ഉള്ളിൽ എല്ലാ ആൾക്കാരും നന്നായി ജോലി ചെയ്യുന്നവർ? ഇമ്പോസിബിൾ ആണ്. സോ ഗുഡ് ലീഡേഴ്സ് ഓൺ റെഗുലർ ബേസിസ് ഓൺ താഴെയുള്ള ബോട്ടത്തിലെ ആൾക്കാർക്ക് പിൻ പോയിന്റ് ചെയ്യുന്നു, പറയുന്നു, ക്രിട്ടിസൈസ് ചെയ്യുന്നു, എല്ലാവർക്കും മുന്നിൽ പറയുന്നു നിന്റെ പെർഫോമൻസ് ഇവിടെ മോശമാണ്, പുതിയ പ്രോഡക്റ്റ് മോശമായി പോകുന്നു, പിന്നെ നിന്റെ വർക്കിംഗും വളരെ മോശമാണ്, ഗ്രോത്തും മോശമാണ്, റിസൾട്ടും മോശമാണ്. ഇതെങ്ങനെയാണ് പ്രാക്ടിക്കലി പോസിബിൾ ആകുന്നത്? നീ പറയുന്നു, നിങ്ങൾ ആക്ടിവിറ്റീസ് ചെയ്യുന്നു, എന്നാൽ ആക്ടിവിറ്റീസിന്റെ റിസൾട്ട് എവിടെ പോകുന്നു? 6 മാസം കൊണ്ട്, 1 വർഷം കൊണ്ട് അത് വരണ്ടേ? ഇഫ് ഇറ്റ് ഈസ് നോട്ട് കമ്മിങ്, they are being pinpointed and of a financial fines are being imposed. ചിലരെ ട്രാൻസ്ഫർ ചെയ്യുന്നു, ചിലരെ ട്രെയിനിങ്ങിനായി അയക്കുന്നു. വെദർ യുവർ മാനേജർ, ഏരിയ മാനേജർ, റീജിയണൽ മാനേജർ, അല്ലെങ്കിൽ ഒരു മെഡിക്കൽ റെപ്പ്. ദീസ് കൈൻഡ് ഓഫ് തിങ്സ് റിയലി കീപ് ഹാപ്പനിങ്. Or 1 or 2% of people are being asked to leave the company because despite of telling them number of times they are not improving. ഇതിനെ നമ്മൾ പറയുന്നു പ്രൂണിംഗ്. അഥവാ നിങ്ങൾ ക്വാർട്ടർലി മീറ്റിംഗിനുള്ളിൽ, 6 മന്ത്ലി നിരന്തരമുള്ള മീറ്റിംഗിനുള്ളിൽ ആൾക്കാരോട് പറഞ്ഞുകൊണ്ടിരിക്കും, പിന്നെ ബ്രൂൺ ചെയ്തുകൊണ്ടിരിക്കും. ദെൻ ഹോൾ ടീം റിമൈൻ ഷാർപ്പ് ആൻഡ് ഫോക്കസ്ഡ്. എന്തുകൊണ്ട്? ബാക്കിയുള്ള ആൾക്കാർ ഇക്കാര്യങ്ങൾ നോക്കുന്നു, മോശം ആൾക്കാരെ സെക്രിയേറ്റ് ചെയ്യുന്നു, അവരോട് പറയുന്നു, നാണം കെടുത്തുന്നു, അവർക്കെതിരായി ആക്ഷൻ എടുക്കുന്നു. ദാറ്റ് കീപ്സ് ഗുഡ് പീപ്പിൾ അലേർട്ട്. ആവറേജ് പീപ്പിൾ ബിക്കംസ് ബെറ്റർ ആൻഡ് ബെറ്റർ ബിക്കം എക്സലന്റ്. ഇതാണ് പ്രൂണിംഗിന്റെ അഡ്വാൻറ്റേജ്. എന്നാൽ അഥവാ അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ, സോ വാട്ട് വിൽ ഹാപ്പൻ? വൺ ഫൈൻ ഡേ സോ മച്ച് ഓഫ് പസ് വിൽ ബി ദേർ. അത്രയധികം പസ് ഉണ്ടാവും, പ്രശ്നമാകും. ദെൻ ഡീപ് സർജറി വുഡ് ബി റിക്വയർഡ്, വിച്ച് ഈസ് ഹാപ്പനിങ് റൈറ്റ്. പിന്നെ നിങ്ങൾക്ക് കാണാം, ഈ അത് ഡെപ്യൂട്ടി ആയാലും DSMO, ZMO, RMO ആൻഡ് എല്ലാ മെഡിക്കൽ റെപ്സും ഹാവ് ബീൻ ആസ്ക്ഡ് ടു ലീഡ് ദ കമ്പനി. എന്തുകൊണ്ട്? എന്തെന്നാൽ ഗുഡ് നമ്പർ ഓഫ് ഇയേഴ്സ് അവർ സീനിയർ ഗൈസ് ഹു ആർ നോട്ട് ഫോർ ദി, ദേ വർ ഇൻ സം കൈൻഡ് ഓഫ് എ റേസ് ടു മേക്ക് ദെയർ ഇമേജ്. അവർക്കെല്ലാവർക്കും അവരെല്ലാവരും പോപ്പുലർ ആയിരുന്നു. എല്ലാ സീനിയേഴ്സും ഈ പോപ്പുലാരിറ്റി കണ്ടസ്റ്റിലായിരുന്നു. ഞങ്ങളെല്ലാവരും മികച്ചവരാണെന്ന്, വളരെ നല്ലവരാണ്. നോട്ട് ബൈ സ്പെൻഡിങ് ദെയർ ഓൺ മണി, ബൈ വേസ്റ്റിംഗ് കമ്പനീസ് മണി. ഇക്കാരണം കൊണ്ട് തന്നെ ഇതുവരെയായിട്ടും പ്രൂൺ ചെയ്തതേയില്ല. അതെന്തുകൊണ്ട് നടന്നില്ല? അതിന് മറ്റൊരു റീസൺ കൂടിയുണ്ട്. കാരണം ഹെഡ് ഓഫീസിൽ ആ ലീഡേഴ്സിന്റെ ബ്രൂണിംഗ് ചെയ്തില്ല, കട്ടിങ്ങും ക്ലിപ്പിങ്ങും ചെയ്തില്ല. അപ്പോഴെന്താകും? അങ്ങനെ ഒരു സമയം വരും, അങ്ങനെ തോന്നും, ഞാൻ മാൻകൈൻഡിനുള്ളിൽ സം സീനിയർ ലീഡേഴ്സ് ഹാവ് സ്റ്റാർട്ടഡ് തിങ്കിങ് ദാറ്റ് ദേ ആർ ബിഗർ ദാൻ ദ കമ്പനി. അവർക്ക് ഈഗോ വളരെയധികം വളർന്നു. അവരെ പഞ്ച് ചെയ്യുക വളരെ ആവശ്യമാണ്. അവർ വിചാരിക്കുന്നത് അവർ ചെയ്യുന്നതെല്ലാം തന്നെ വളരെ മികച്ചതാണെന്നാണ്. അവർക്കൊരിക്കലും തെറ്റ് ചെയ്യാനേ കഴിയില്ലെന്ന്. ആൻഡ് സം ഓഫ് ദം ഹാവ് റിയാക്ടഡ് ടു ഹെഡ് ഓഫീസ് ഇൻ സച്ച് എ മാനർ. സർ, അങ്ങനെ സംശയിക്കുകയാണോ? സാർ അങ്ങ് ഇത് വിചാരിക്കുകയാണോ ഞാൻ ചാരപ്രവൃത്തി ചെയ്യുന്നെന്ന്? സാർ അങ്ങന്റെ ജൂനിയേഴ്സിനോട് ചോദിക്കുന്നു. സാർ, ഞാൻ വളരെയധികം ജോലി ചെയ്യുന്നുണ്ട്. They don't like that somebody from head office or senior person go to their area and inquire something about of ജോലി എങ്ങനെ നടക്കുന്നു, പ്രോഡക്റ്റ് എങ്ങനെ പോകുന്നു. They don't like it. They just want one thing. എല്ലാം അവർ മുഖേനയെ നടക്കാവൂ. They want every feedback should go to head office through them. They basically are trying to create some kind of a isolated island in their area. അത് ഹെഡ് ഓഫീസിന്റെ അപ്രോച്ചിൽ അല്ലാത്തത്. They are not transparent. And my belief is anybody who is not transparent, right, in his area, in his area,
you will always find some kind of a manipulation, some kind of a corruption could definitely happen. എന്തുകൊണ്ട് നടക്കില്ല? Because when people become too powerful, it is not my problem, it is world's problem. Too much power makes people too much corrupt. Absolute power turns people into absolute corrupt. ഇത് സംഭവിക്കാൻ പാടില്ല. They should always be transparent. അഥവാ നിങ്ങളുടെ ഏരിയ കമ്പനിയുടെ പോളിസി അരിച്ച് നടക്കുന്നു, നല്ല രീതിയിൽ ജോലി നടക്കുന്നുവെങ്കിൽ, ആൾക്കാർ നിങ്ങൾ കാരണം ഗ്രോ ചെയ്യുന്നെങ്കിൽ, നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു മാനേജർ അല്ല എങ്കിൽ നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? ബട്ട് ഐ ഹാവ് സീൻ ദാറ്റ്. ഇത് ആ ആൾക്കാരാണ്, അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ വരുന്നു. ഇപ്പോൾ അവരുടെ ഏരിയയിൽ ജോലി ചെയ്യുന്നു, സർവൈവ് ചെയ്തതാണ്. അപ്പോൾ കണ്ടതെന്താണ്? ഏത് റിസോഴ്സസ് ആണോ പങ്കുവെച്ചത്, ലിസ്റ്റിൽ കാണിച്ചിരുന്നത്, അത് 1 വർഷം മുമ്പ് നിങ്ങൾ വായിച്ചിരുന്നത്, അതിന്നും റെപ്സിന്റെ വീട്ടിൽ കെട്ടിക്കിടക്കുകയാണ്. ആൻഡ് റെപ്സ് ആർ റിയലി കം ഫോർവേഡ് ആൻഡ് കൺഫെസ്, സാർ തെറ്റുപറ്റിപ്പോയി, മാപ്പ് തന്നാലും ആ ഏരിയയ്ക്കുള്ളിൽ, ആ സീനിയർ മാനേജർമാർക്കുള്ളിൽ അവർക്ക് അത്രയ്ക്ക് ഭാവമുള്ളവർ അവരിങ്ങനെ ചിന്തിക്കുന്നു, അവരുടെ ഏരിയയിൽ ആരും വരികയില്ലെന്ന്, അവർ ചെയ്യുന്നത് വളരെ ബെസ്റ്റ് ആണെന്ന്. മെഡിക്കൽ റെപ്സ് 5%, 7% തങ്ങളുടെ സാലറിയിൽ നിന്ന്, ഇൻസെന്റീവിൽ നിന്ന് പൈസ കട്ട് ചെയ്ത് നൽകുന്നു ഫസ്റ്റ് ലൈനിന് അല്ലെങ്കിൽ സ്റ്റോക്കിസ്റ്റിന്. അത് മുന്നോട്ട് ഇൻഫ്ലട്ടേഷൻ ഉണ്ടാക്കുന്നു. This is the kind of a situation which is prevailed. അവരുടെ ഏരിയയിൽ, ചില ഏൽക്കാരുടെ ഏരിയയിൽ എന്താണ്? അതായത് ചില മെഡിക്കൽ റെപ്സ് ഹൈഡാണ് ഇക്കാര്യത്തിൽ. അവർ സ്റ്റോക്കിസ്റ്റിൽ നിന്ന് സാധനം വാങ്ങുന്നു, എന്നിട്ട് വിൽക്കുന്നു, സ്റ്റോക്കിസ്റ്റിന് പണം നൽകുന്നു. ഈ ദിവസം വന്നു കഴിഞ്ഞു മാൻകൈൻഡിനുള്ളിൽ. ഇത് അങ്ങനെയുള്ള സീനിയർ ആൾക്കാരാണ്, അവർക്ക് വലിയ പേരുള്ളവരാണ്. They have a big name. അവർക്ക് വളരെ പ്രശസ്തി വേണം. അവർ വിചാരിക്കുന്നത് അവരില്ലാതെ അവർക്ക് ഇങ്ങനെയുള്ളൊരു പെർമനന്റ് ഇമേജ് ഉണ്ടായിരിക്കുകയാണ് ആൾക്കാരുടെ മുന്നിൽ. എന്ത് സംഭവിക്കുന്ന അറിയില്ല. ഹെഡ് ഓഫീസിലും അങ്ങനെ തെറ്റായ ഒരു ഇമേജ് സൃഷ്ടിച്ചു, ഞങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്ന്. They give a message to rest of team, അതായത് I am very close to head office and we have taken very harsh actions against these people. നിങ്ങൾക്കറിയാമോ, സൗത്തിൽ അല്ലെങ്കിൽ വെസ്റ്റിലോ നോർത്തിലോ ഞങ്ങൾ ആരെയും വിട്ടില്ല. If we are found anybody corrupt, ineffective, in managers, in malpractices, we have asked him to resign. എപ്പോഴും ഹെഡ് ഓഫീസ്, ഇപ്പോൾ സീനിയർ മോസ്റ്റ് മാനേജേഴ്സ് ഹെഡ് ഓഫീസിൽ വരുമ്പോൾ ഹെഡ് ഓഫീസ് അതിനെ പ്രോപ്പർലി ക്ലിപ്പിങ്ങും കട്ടിങ്ങും ചെയ്യില്ല. അവരുടെ ഈഗോ അത്ര വലുതായിരിക്കും, അവരില്ലാതെ ജോലി നടക്കില്ലെന്ന് അവർ വിചാരിക്കും. സം കൈൻഡ് ഓഫ് ഇംപ്രഷൻ വിൽ ബി കം ടു ഹെഡ് ഓഫീസ്. അവർ ഇൻഡിസ്പെൻസിബിൾ ആണെങ്കിൽ അപ്പോൾ പ്രോബ്ലംസ് ഉണ്ടാകും. ആൻഡ് ദാറ്റ്സ് വൺ റീസൺ ഐ ഓൾവേസ് ബിലീവ് ദാറ്റ് ഗൈസ് ആർ ലീഡേഴ്സ്, or whether it's a team, garden as a whole or division as a whole. Everybody needs some kind of a pruning, clipping, cutting time and again. അത് അവരുടെ നന്മയ്ക്കായുള്ളതാണ്. സീനിയർ ജൂനിയേഴ്സിനോട് അത് ചെയ്യുമ്പോൾ അപ്പോൾ ജൂനിയർ അതിലൂടെ ഇംപ്രൂവ് ആയി തീരും. എന്നാൽ ഏതെങ്കിലും ഒരാൾ ഇതൊരു ഈഗോയായി കരുതിയിരുന്നാൽ അവർ പറയും വേണ്ട 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 വേണ്ട. ഈഗോ ഈസ് വൺ തിങ് വിച്ച് ഈസ് നെക്സ്റ്റ് ടു 10 times 20 times bigger than service packs. Service cut is fine, but ego is bad. നിങ്ങളുടെ സർവീസ് മോശമാണെന്ന് ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. ആൻഡ് യു ഹാവ് എവറി റീസൺ ടു ജസ്റ്റ് ടെൽ അല്ലല്ല ഞാൻ ശരിയാണ്, ബാക്കിയുള്ളവർ തെറ്റാണ്, വിച്ച് ഈസ് ടോട്ടലി അൺഅക്സെപ്റ്റബിൾ. മാൻകൈൻഡിനുള്ളിൽ അത് അക്സെപ്റ്റബിൾ അല്ല. ആൻഡ് ദാറ്റ്സ് വൺ റീസൺ വി ഹാവ് ടേക്കൺ വെരി ഹാർഷ് ആക്ഷൻ അഗൈൻസ്റ്റ് ലോട്ട് ഓഫ് പീപ്പിൾ. നൗ ലെറ്റ് മീ ഗിവ് യു സം എക്സാമ്പിൾസ്, ബിക്കോസ് എക്സാമ്പിൾസ് ആർ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു മാനേജർ സാർ ഉണ്ട്, അദ്ദേഹത്തിന്റെ കുട്ടിയുടെ ആരോഗ്യനില മോശമായി ആൻഡ് കമ്പനി വെൻ ഔട്ട് ഓഫ് ദം. And how much he spent? Maybe 80 lakh rupees in a family. മറ്റൊരു മാനേജർ, മറ്റൊരു മെഡിക്കൽ റെപ്പ്, മൂന്നാമത്തെ മെഡിക്കൽ റെപ്പ്, നാലാമത്തെ മെഡിക്കൽ റെപ്പ്, മാനേജർ, അങ്ങനെയാണ് അവരുടെ മുകളിൽ കമ്പനി ഈസ് ഓൾവേസ് ഗോൺ ഔട്ട് ഓഫ് ദ വേ. എന്തെങ്കിലും ക്രൈസിസ് ഫാമിലിയിൽ വന്നാൽ, എന്ത് പ്രോബ്ലം വന്നാലും, whether it's 50 lakh or 60 lakh, whatever, company has always come forward and spend the money. ഞാൻ എന്തിനാണ് നിങ്ങളോട് ഈ കാര്യങ്ങൾ പറയുന്നത്? ഇത് ആ മാനേജേഴ്സ് ആണ് അല്ലെങ്കിൽ റെപ്സ് ആണ് അവരെ ഇപ്പോൾ കമ്പനിയിൽ നിന്ന് പുറത്താക്കി. ആലോചിക്കൂ ഇക്കാര്യം. ആ കമ്പനിയിൽ ദോസ് ഹു ഹാവ് ഓൾവേസ്, കമ്പനി വളരെയധികം സ്നേഹിക്കുന്നു, നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നു ക്രൈസിസ് സമയത്ത്. അതായത് നമ്മുടെ ഉള്ളിൽ, മാൻകൈൻഡിനുള്ളിൽ ഈ ഫിലോസഫി ഉണ്ട്. അതായത് ഇൻസിഡന്റിന് ശേഷവും ഉണ്ടാകും. എനിബഡി ഹു ഈസ് മാൻകൈൻഡിയൻ, കമ്പനി ഷുഡ് കം ഫോർവേഡ് ആൻഡ് ഹെൽപ്പ് ദ പേഴ്സൺ. അവർ പോകില്ല. ബട്ട് ഐ ആം ടെല്ലിംഗ് യു വൺ തിങ്. അഥവാ നിങ്ങളോടൊപ്പം നിങ്ങൾ അവരെ ഒരുപാട് സ്നേഹിക്കൂ, ഹെൽപ്പ് ചെയ്യൂ, എല്ലാം ചെയ്യൂ, അങ്ങനെ ബിഹേവ് ചെയ്യും. കറപ്റ്റ്, ജോലിയിൽ കള്ളത്തരം, എവറി കൈൻഡ് ഓഫ് എല്ലാവിധ കള്ളത്തരങ്ങളും, ജോലി ചെയ്യില്ല, എല്ലാ തെമ്മാടിത്തരവും ചെയ്യും. നിങ്ങൾ എന്റെ സ്ഥാനത്തേക്ക് വരൂ, എന്നിട്ട് പറയൂ നിങ്ങൾക്ക് എങ്ങനെ തോന്നും? വിൽ നോട്ട് യു ഫീൽ ഹാർട്ട് ബ്രോക്കൺ? വിൽ നോട്ട് യു ഫീൽ ദാറ്റ് ദ ഗൈ ഈസ്, ദിസ് പേഴ്സൺ ഈസ് താങ്ക്ലെസ്? സർ, ഞാൻ ആക്സിഡന്റ് പറയുകയല്ല, സഹോദരനും ചെയ്യില്ല, ബന്ധുക്കളാരും ചെയ്യില്ല. ആ ക്രൈസിസിന്റെ ടൈമിൽ, ആ സമയത്ത് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് പൈസയുടെ ആവശ്യം വരുമ്പോൾ. പക്ഷെ മാൻകൈൻഡ്
എപ്പോഴും ആ സഹായങ്ങൾ ചെയ്യുന്നതാണ്. ഈ 10, 15, 20% ആൾക്കാർ കാരണം വിൽ നോട്ട് ചേഞ്ച് അവർ സ്റ്റാൻഡ്. ബട്ട് ഐ ആം ടെല്ലിംഗ് യു ദ സ്റ്റോറി ഓഫ് ദീസ് മാനേജേഴ്സ്. ഇത്ര പെട്ടെന്ന് അവരത് മറന്നുപോകും. അവരേത് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്, ആ കമ്പനി അവരെ സ്വന്തമാക്കി ചേർത്ത് വെക്കുന്നു. ആൻഡ് ദെൻ ദേ ബിക്കം കറപ്റ്റ്. അതിനൊരു റീസൺ ഉണ്ട്. ബിക്കോസ് മേ ബി ദേ തോട്ട് കമ്പനി ഈസ് സ്റ്റുപ്പിഡ്, ടു സോഫ്റ്റ്. ചില ആൾക്കാർ ഇങ്ങനെ പറയും, സാർ ഞങ്ങളുടെ കമ്പനിയിലില്ലേ സാർ, വെറും ആക്ടിവിറ്റി ചെയ്താൽ മാത്രം മതി, ഞങ്ങൾക്ക് റിസൾട്ടിനെ കുറിച്ച് സംസാരിക്കുക വേണ്ട, പുതിയ പ്രൊഡക്റ്റിന്റെ ഗ്രോത്തിനെ കുറിച്ച് പറയണ്ട, പുതിയ പ്രൊഡക്ട്സിനെ കുറിച്ചും പറയണ്ട. സാർ നിങ്ങൾ ഏത് ലോകത്താണ്? അഥവാ നിങ്ങൾ 3 വർഷമായി, 2 വർഷമായി, 1.5 വർഷമായി ജോലി ചെയ്യുന്നു. നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുകയാണ് ഞങ്ങൾ നിങ്ങളോട് ഇതും ചോദിക്കരുത്, നിങ്ങളുടെ ഗ്രോത്ത് എങ്ങനെയാണ്, നിങ്ങളുടെ PCPM എന്താണ്, നിങ്ങളുടെ പുതിയ പ്രോഡക്റ്റ് എങ്ങനെ ഓടുന്നു. ഐ മീൻ വിച്ച് വേൾഡ് ആർ യു ലിവിംഗ്? നിങ്ങൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? എനിക്ക് ഈ ചോദ്യമാണ് ചോദിക്കാനുള്ളത്. എങ്ങനെ പോസിബിൾ ആകും? നിങ്ങളോട് ഇതുപോലും ചോദിക്കരുതോ? ഐ ഡോണ്ട് നോ എങ്ങനെയാണ് ചില മാനേജേഴ്സ് ഇക്കാര്യത്തെക്കുറിച്ച് ഒരു ധാരണയുണ്ടാക്കിയതെന്ന്. ഞങ്ങൾ വെറുതെ ജോലി ചെയ്യും, റിസൾട്ടിനെ കുറിച്ച് ചിന്തിക്കില്ല. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ബിക്കോസ് നൗ എനിബഡി ഹൂ ഈസ് കമ്മിങ് ഇൻ നെഗറ്റീവ് ഗ്രോത്ത്, നിരന്തരം വരികയാണെങ്കിൽ, നല്ല രീതിയിൽ നെഗറ്റീവ് ഗ്രോത്ത് ആണെങ്കിൽ, വി ഹാവ് ഡിസൈഡഡ് ടു നോട്ട് ടു സെൻഡ് ദോസ് പീപ്പിൾ ഇൻ എനി ഫോറിൻ ട്രിപ്പ്, മെഡൽ, ക്യാഷ് അവാർഡ്. കഴിഞ്ഞു. ഏതൊരു കമ്പനിയുടെ ഉള്ളിലും ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ബേസിക്കലി ഈസ് വാട്ട്? They should be proper meritocracy. ഇതിനർത്ഥം എന്താണ്? മികച്ചവർ മുന്നേറും, മോശം ആൾക്കാർ അവർക്ക് നോട്ടീസ് ലഭിക്കും, ലൈംലൈറ്റ് ലഭിക്കും. അവർ മോശമാണ്, അവർ ഇംപ്രൂവ് ചെയ്യണം. സെയിം വുഡ് ഹാപ്പൻ അറ്റ് എ വെരി വെരി ഫാസ്റ്റ് പീരീഡ്. ഇൻ ലാസ്റ്റ് couple of quarters ഞങ്ങൾ ഒരുപാട് ആൾക്കാരെ പുറത്താക്കി. ആൻഡ് ഐ ടെൽ യു, ദ വേസ്റ്റ് ഓഫ് മാൻകൈൻഡ് ഈസ് ഇൻ ദ പാസ്റ്റ്. ഇപ്പോൾ എന്തൊക്കെ നടക്കുന്നുവോ അതെല്ലാം നല്ലതാണ്. എങ്ങനെ നന്നാകുന്നു? നൗ റൈറ്റ് മെസ്സേജ് ആർ ഗോൺ ടു എവരിബഡി. എന്താണ് മെസ്സേജ്? അതായത് നിങ്ങൾ ഏത് പോസ്റ്റിലായിരുന്നാലും നിങ്ങൾ പേരുണ്ടാക്കുന്നു, നിങ്ങൾ പ്രശസ്തനാണ്, നിങ്ങൾ പറയുന്നു വളരെ വലിയവനാണ്, വലുതാണ്. ബേസിക്കലി എനിക്ക് നിങ്ങൾക്ക് ഹെഡ് ഓഫീസിൽ വെച്ചേ അറിയാം. ഇഫ് യു ക്രിയേറ്റിംഗ് ദിസ് കൈൻഡ് ഓഫ് എ ഫോൾസ് ഇമേജ്, നിങ്ങളുടെ ജോലി പോയി. ബിക്കോസ് ഓഫ് യുവർ ബാഡ് പ്രാക്ടീസസ്. തെറ്റായി ജോലി ചെയ്യുന്നതിലൂടെ നഷ്ടപ്പെടും. എന്തും സംഭവിക്കാം. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്തായിരിക്കും? അതായത് നല്ല ആൾക്കാർ, ജോലി ചെയ്യുന്ന ആൾക്കാർ, നൗ ദേ വുഡ് ബി ചാർജ്, ദേ വുഡ് ബി മോട്ടിവേറ്റഡ്. ഭയപ്പെടുന്നത് ഏതാൾക്കാരായിരിക്കും? അവരിപ്പോഴും കറപ്റ്റ് പ്രാക്ടീസസിനുള്ളിലാണ്. സോ മൈ വൺ റിക്വസ്റ്റ് ടു എവരിബഡി ഈസ് അഗൈൻ, അഥവാ നിങ്ങൾ ഇപ്പോഴും നിങ്ങൾ മുന്നോട്ട് വന്ന് ഇത് ഏറ്റു പറയണം, ഞങ്ങൾക്കൊരു തെറ്റ് പറ്റി, മുന്നോട്ട് ഇനി അങ്ങനെ ചെയ്യില്ല. വി ക്യാൻ സ്റ്റിൽ ഫോർഗീവ് യു. അഥവാ ഞങ്ങൾ നിങ്ങളെ പിടിച്ചാൽ, സുഹൃത്തെ നിങ്ങൾ എന്തായിരുന്നാലും, യു വിൽ ലൂസ് യുവർ ജോബ്. ദാറ്റ് ഈസ് എ പ്രോമിസ്. നിങ്ങളുടെ ഏതെങ്കിലും പ്രാക്ടീസസ് തെറ്റായാൽ, ദാറ്റ് യു മസ്റ്റ് റിയലി ഡേറ്റ് ഇൻ റൈറ്റിംഗ് ഫ്രം മീ. ഇത് നിങ്ങൾ മറക്കരുത് ഈ കാര്യം. ഇന്നത്തെ ഡേറ്റിൽ വാട്ട് ബേസിക്കലി ഈസ് ഹാപ്പനിങ്? ഐ ആം റിസീവിംഗ് ലോട്ട് ഓഫ് മെയിൽസ്, ഫോൺസ്, വാട്സാപ്പ്. സാർ തെറ്റുപറ്റിപ്പോയി, ഞാൻ 15 വർഷമായി മാൻകൈൻഡിലുണ്ട്, ഞാൻ 20 വർഷം മാൻകൈൻഡിന് നൽകി. ഇല്ല സാർ, മാൻകൈൻഡ് നൽകിയതാണ്. ബിക്കോസ് നൗ വി ആർ ക്യാച്ചിങ് ദോസ് പീപ്പിൾ. വി ഹാവ് ഹയർഡ് എ എക്സ്റ്റേണൽ ഏജൻസി ആസ് വെൽ. നിങ്ങൾക്കതിന്റെ ലിസ്റ്റ് അയക്കും, നിങ്ങൾക്കത് കിട്ടും. ഈ വീഡിയോയ്ക്ക് മുമ്പ് തന്നെ ലഭിക്കുന്നതാണ് ഇത്. അതായത് അപ്രോക്സിമേറ്റ്ലി വി ഹാവ് ഫൗണ്ട് ഔട്ട് ലോട്ട് ഓഫ് മാനേജേഴ്സ്, ലോട്ട് ഓഫ് മെഡിക്കൽ റെപ്സ് ഡൂയിങ് സൈഡ് ബിസിനസ്. ഒപ്പം മെഡിക്കൽ സ്റ്റോർ തുറന്നു വെച്ചിരിക്കുന്നു. ഇതിന്റെയും നിങ്ങളുടെ പക്കൽ ലിസ്റ്റ് എത്തുന്നതാണ്. ആൻഡ് മൈ റിക്വസ്റ്റ് ഈസ്, അവരെല്ലാം പുറത്തു പോകും. വി ഹാവ് നോ പ്ലേസ്. നിങ്ങൾ ടോപ്പ് മാനേജർ ആയിരിക്കും, ടോപ്പ് മെഡിക്കൽ റെപ്പ് ആയിരിക്കും, യു ആർ ഇൻ സൈഡ് ബിസിനസ്. നിങ്ങൾ ഒരേ ഒരു ജോലി ചെയ്താൽ മതി, നിങ്ങൾ ബിസിനസ് ചെയ്യൂ. യു കനോട്ട് സ്റ്റേ ഇൻ മാൻകൈൻഡ് അറ്റ് എനി കോസ്റ്റ്. ബിക്കോസ് ഇപ്പോൾ ഞങ്ങളുടെ പക്കൽ, അഗൈൻ ഐ ആം ടെല്ലിംഗ് യു സർ, വി ഹാവ് സീറോ ടോളറൻസ് ഫോർ എനി കൈൻഡ് ഓഫ് കറപ്ഷൻ. Either you are supposed to become absolutely mankindian, ഞങ്ങൾ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. യു ഷുഡ് ഡ്രിവൺ, അധ്വാനിക്കുന്നവനാകണം, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ മറ്റെന്തെങ്കിലും ജോലി ചെയ്യൂ. എനി ടൈം എ ലീഡർ ഹാസ് എ കൺഫ്യൂഷൻ. സാർ എനിക്ക് കൺഫ്യൂഷനാണ്, ഞാൻ ഇയാളെ എന്ത് ചെയ്യണം? റൈറ്റ്. സോ ആസ്ക് 3 ക്വസ്റ്റ്യൻ. ആദ്യത്തെ ചോദ്യം ചോദിക്കൂ. നിങ്ങൾ ഏത് ആളിന്റെ മുന്നിൽ വെച്ചാണോ ഇതേക്കുറിച്ച് പറയുന്നത്, അത് ജൂനിയറോ, അതോ AM-ഓ, അത് RM-ഓ, അല്ലെങ്കിൽ അവരുടെ 3 വർഷത്തെ അല്ലെങ്കിൽ 2 വർഷത്തെ വാട്ട് ഈസ് ഹിസ് പെർഫോമൻസ്? നമ്പർ 1 ആദ്യത്തെ ചോദ്യം. രണ്ടാമത്, ഇന്നത്തെ ഡേറ്റിൽ അയാൾക്ക് എത്ര ടാലന്റ് ഉണ്ട്, പിന്നെ എത്ര ഡ്രൈവ് ഉണ്ട്, അയാളുടെ പക്കൽ എത്രത്തോളം കഴിവുണ്ട്. ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ യു ഷുഡ് ആസ്ക്, വാട്ട് യു സീൻ ദിസ് പേഴ്സൺ 2 years ഫ്രം നൗ? ഇഫ് ആൻസർ ഈസ് 2 വർഷത്തിന് ശേഷം ഇയാൾ മെച്ചപ്പെടും, ഇന്നും നല്ല ഡ്രൈവാണ്, ഡിഫൈൻ യുവർ കൺഫ്യൂഷൻ. യു ഷുഡ് വർക്ക് ഇൻ മാൻകൈൻഡ്. അഥവാ നിങ്ങളുടെ പക്കൽ ഉത്തരങ്ങളെ വരുന്നുള്ളൂ, ഉള്ളിൽ നിന്നുള്ള ഉത്തരമാണ് വരുന്നതെങ്കിൽ ഇതൊരിക്കലും നടക്കില്ല. ഇത് അങ്ങനെ തന്നെ നിലനിൽക്കും. ഇയാൾ 20 തവണ പ്രോമിസ് ചെയ്തതാണ്, ഇയാൾക്ക് 2 വർഷമായി നെഗറ്റീവ് ഗ്രോത്ത് ആണ്, ഇയാൾ ജോലി ചെയ്യുന്നില്ല, ഇയാൾ കള്ളത്തരം പറയുന്നു, ഞാൻ ഇയാളെ ട്രെയിനിങ്ങിന് അയച്ചു, ഞാൻ ഇയാളെ വഴക്ക് പറഞ്ഞു, മീറ്റിംഗിൽ ഞാൻ 5 തവണ വഴക്ക് പറഞ്ഞു, ബട്ട് ഹി ഈസ് നോട്ട് ഇംപ്രൂവിംഗ്. ദെൻ ആൻസർ ഈസ്, യു നോ ദ ആൻസർ, ലെറ്റ് ഹി ഈസ് നോ ഫ്യൂച്ചർ ഇൻ മാൻകൈൻഡ്. So please follow
this and you will always be successful. Never forget, as a leader, if you are a area manager, നിങ്ങളുടെ പെർഫോമൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നു നിങ്ങളുടെ ജൂനിയേഴ്സിന് മുകളിൽ, മെഡിക്കൽ റെപ്സിന് മുകളിൽ. ഇഫ് യു ആർ എൻ SRM, യുവർ പെർഫോമൻസ് ഡിപ്പെൻഡ്സ് അപ്പോൺ RM. ഇഫ് യു ആർ എ ഡിവിഷണൽ മാനേജർ, യുവർ പെർഫോമൻസ് ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ ZM. ഇതിനർത്ഥം ബേസിക്കലി എന്താണ്? അഥവാ നിങ്ങളുടെ ZM സ്ട്രോങ്, നിങ്ങളും സ്ട്രോങ്. നിങ്ങളുടെ RM സ്ട്രോങ് എങ്കിൽ നിങ്ങളുടെ ZM സ്ട്രോങ്. ഇതിനർത്ഥം ഇഫ് യുവർ ജൂനിയേഴ്സ് ആർ സ്ട്രോങ്, ഡ്രിവൺ, ടാലന്റഡ്, ലേണിംഗ്, കണ്ടിന്യൂസ്ലി ഗ്രോ ചെയ്യുന്നു, നിങ്ങളും ഗ്രോ ചെയ്യും. And start proving, clipping, cutting your team. മോശമായവരോട് അത് തുറന്നു പറയൂ. And before that, you should clip and cut your own ego. നിങ്ങളുടെ തലയ്ക്കുള്ളിൽ നിങ്ങൾ വലിയവനായിരിക്കുന്നു, അതാദ്യം അകറ്റുക. I am sure if you follow this, sky the limit. With progress a lot, because of max couple of months, we'll be calling lot of reps, lot of area managers for program upgrade. ഇതിനുള്ളിൽ ഞങ്ങൾ അവർക്ക് മാനേജ്മെന്റ് ട്രെയിനിങ് നൽകും. We want our Mankindians to replace these corrupt people. All the best. Thank you so much and good night. Bye bye. See you.